പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബദ്രുദ്ദീൻ പഴന്തോട്ടം. ആദ്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും കൃഷിയെ മിക്ക ആൾക്കാരും സ്നേഹിക്കുന്നവരാണ്. കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ല, വെള്ളമില്ല, സ്ഥലമില്ല എന്നൊക്കെയാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. അതിലേറ്റവും കൂടുതൽ പറയുന്ന ഒരു അഭിപ്രായം സമയമില്ല എന്നുള്ളതാണ്. ഈ ചെയ്യുന്ന കൃഷി നിങ്ങൾക്ക് കാണാം. ഞാൻ 8 മാസം മുമ്പ് ചെറിയ ഒരു 300-400 റേഞ്ചിന് വരുന്ന തൈകൾ മേടിച്ച് നട്ടതാണ്. ഒരു തൈ മാത്രമാണ്, ഒരു മാവിൻ്റെ ഫ്രൂട്ട് പ്ലാന്റ് മാത്രമാണ് ഞാൻ 800 രൂപയ്ക്ക് മേടിച്ചത്. ബാക്കിയെല്ലാം ഞാൻ 300, 400, 500 ആ റേഞ്ചിന് മേടിച്ചതാണ്. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ എന്തുമാത്രം അത് വളർന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കത് വിശ്വാസമാവില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാം, അല്ലെങ്കിൽ ചെയ്തു നോക്കാം. ഇതിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറൊന്നുമില്ല, 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറേ ഞാൻ ഇത് ശ്രദ്ധിക്കാൻ കയറാറുള്ളൂ. അതിലും ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതിന് നമുക്ക് കറണ്ട് വേണ്ട, വേറെ ഒന്നും വേണ്ട. ഒരു 2000 രൂപ താഴെ ഈ ബിന്നോളൊഴിച്ച് ബാക്കി നമുക്കിന്ന് ചെയ്യുന്ന പ്ലാന്റ് മറ്റുള്ള വർക്കുകൾ ഒരു 2000 രൂപ അടുത്തേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചിലവ് ചെയ്താൽ ബാക്കി അത് വർഷങ്ങളോളം കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും, വാർക്കയുടെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാർക്ക് കേടല്ലേ? വാർക്കയുടെ മുകളിൽ ഞാൻ രാസവളങ്ങൾ ചെയ്യാറുണ്ട്, ചാണകം വളം ചെയ്യാറുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു തുള്ളി പോലും ഈ വാർക്ക് പുറത്ത് നിങ്ങൾക്ക് കാണാം, ഈ വാർക്കയുടെ പുറത്ത് ചാടുന്നില്ല. എല്ലാം ആ പൈപ്പ് വഴി പോകണം. അതിൻ്റെ ഒരു വീഡിയോ ഇതിന് തൊട്ട് പുറകെ വരുന്നുണ്ട്. ഇത് ഫുള്ള് കണ്ടിന്യൂസ് കാണാം. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു കൃഷി ചെയ്യാൻ, നമുക്ക് നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ശരിക്കും എല്ലാം നല്ലതുപോലെ, ഇപ്പോൾ പേരക്കയാണെങ്കിലും ശരിക്കും കായ്ച്ചിട്ടുണ്ട്. ഇതിനകത്ത് പേരക്ക ഞങ്ങൾ പറിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഇരിക്കുന്ന ബിന്നിന് ഞങ്ങളുടെ നാട്ടിൽ 250 രൂപ, 300 രൂപ റേറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ വാങ്ങി ഈ ഹോളിടുക. സൈഡിൽ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് 8-ൻ്റെയോ 10-ൻ്റെയോ ബിറ്റിട്ട് ഹോൾ ഇട്ടേക്കുക. അപ്പോൾ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അധികവും എയർ പാസ് ചെയ്യാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സമയം കിട്ടുമ്പോൾ മുകളിൽ പോയി ചെറിയൊരു കമ്പി കൊണ്ട്, ചെറിയ വാർക്ക കമ്പി കൊണ്ട് കുത്തി മണ്ണ് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എയർ സർക്കുലേഷൻ ഉണ്ടായിക്കോളും. പിന്നെ ഇതിനകത്ത് വേണ്ടത് FTA, MTA. ഇത് ഹോളിട്ട് ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് ചെറിയൊരു PVC പൈപ്പ് നിങ്ങൾക്ക് കാണാം. ആ PVC പൈപ്പ് അതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് ഒരു മുക്കാലിൻ്റെ ബെൻഡ് ഇട്ട് നമ്മളത് PVC പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ഡയറക്റ്റ് അത് ഓരോ പ്ലാന്റിൻ്റെയും ചുവട്ടിലേക്ക് കൊണ്ടുപോയി, അതേപോലെ തന്നെ MTA, FTA ബെൻഡ്, ഇവിടെ ഒരു T വരും. T ഇട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെ ജോയിൻറ്റ് ചെയ്ത് പ്ലാന്റുകൾ നമ്മൾ ലെവലാക്കി വെക്കണം. ആദ്യം എല്ലാ പ്ലാന്റും ലെവലാക്കി വെച്ചതിന് ശേഷമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കോണിച്ച് പോകും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട്, അതുപോലെ തന്നെ ഇതിലൂടെ കൂടെ തന്നെ നമുക്ക് ട്രിപ്പിനുള്ള പൈപ്പും കാണാം. നമുക്ക് കൊണ്ടുപോയി എല്ലാത്തിൻ്റെയും ചുവട്ടിലേക്ക് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. ഉണ്ടോ? അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് ക്ലിയറായിട്ട് ചെയ്ത് എല്ലാം ലെവലിൽ വേണം. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു നനവ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഒരു 2-3 കപ്പയുടെ കോല് നട്ടിട്ടുണ്ട്, കപ്പ. അപ്പോൾ അതിൻ്റെ ഈ വെള്ളം പോകുന്നത് ഞാൻ ഇതിൽ കണക്ട് ചെയ്തല്ല. അതിൻ്റെയാണ് ചെറിയൊരു ഇത് കാണുക. അത് 2-3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കഴിയുമ്പോൾ അത് മാറ്റി വിടുന്നത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ചാണ് ഹോൾ അടിക്കുന്നത്. ഈ മെഷീൻ ചെറിയൊരു മുക്കാലിൻ്റെ ഇത് നമുക്ക് എല്ലാ കടകളിലും മേടിക്കാൻ, ഹാർഡ്വെയർ കടകളിൽ അത് മേടിച്ചാണ് ഹോൾ അടിച്ച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ലൂപ്പ് ചെയ്ത് കറക്റ്റ് കൊണ്ടുപോവുക. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊരു മുക്കാലിൻ്റെ പൈപ്പ്, ഇത് 1.25-ൻ്റെ ഒരു ഹോസിലേക്ക് എല്ലാ ലെയറും ജോയിൻറ്റ് ചെയ്ത്, ഇത് കണ്ടോ ഇങ്ങനെ ഒരു ബെൻഡിലേക്ക് കൊണ്ടുപോയി. ഈ ബെൻഡ് നമ്മൾ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർഷക്കാലം ആകുമ്പോൾ ഇതിങ്ങനെ താത്തി കഴിഞ്ഞാൽ നമ്മുടെ ബിന്നിൽ വെള്ളം ഉണ്ടാവില്ല. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് പൊക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം അതിനകത്ത് കിടന്നോളും. അങ്ങനെ ഞാനിത് പെര പണിത സമയത്ത് ഇവിടുന്ന് ഒരു പൈപ്പ് താഴോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഹോളിൽ നിന്ന് വരുന്ന പൈപ്പ് കണ്ടോ, ഇതേപോലെ എൻ്റെ വീടിൻ്റെ താഴെ കൂടെ ഞാൻ കൊണ്ടുവന്ന് നേരെ അത് വീടിൻ്റെ പുറത്ത്
ഉണ്ട്. ആ വെള്ളം നമുക്ക് വേസ്റ്റ് ആവത്തില്ല. അവിടുന്ന് അത് അതിനകത്ത് നനഞ്ഞ് നമുക്ക് ഓവർഫ്ലോ വരുന്ന വെള്ളം ഈ പൈപ്പ് വഴി ഉണ്ട്. ഞാൻ വീടിൻ്റെ പുറത്ത് ഓടയുണ്ട്. അപ്പോൾ ഓടിൻ്റെ മുകളിൽ ചെറിയ സ്ലാബ് വെച്ചിട്ട് അതിനകത്ത് ഓരോ ബക്കറ്റിലും ചെറിയ ചെറിയ പ്ലാന്റുകൾ നട്ടിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്, നെല്ലി, പിന്നെ കരിയാപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ആ ഓവർഫ്ലോ വരുന്ന ആ പൈപ്പ് വഴി വന്ന് ഈ ബക്കറ്റിലേക്ക് ട്രിപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് വന്ന് ചാടും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മളവിടെ ട്രിപ്പ് ചെയ്ത് ബക്കറ്റിൽ ചാടുന്ന വെള്ളം കറക്റ്റായിട്ട് ആ പൈപ്പ് വഴി നേരെ താഴെ വന്ന് ഈ താഴെ വയ്ക്കണ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് കിട്ടും. നമുക്ക് തെങ്ങോ ജാതിയോ എന്തെങ്കിലും താഴെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് വെള്ളം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, മഴക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പുണ്ട്, അത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഒരു പ്ലാന്റാണിത്. ഇത് നനയ്ക്കാനായിട്ട് നമുക്ക് വേറെ മോട്ടറിൻ്റെ ആവശ്യമോ ടൈമറിൻ്റെ ആവശ്യമോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന ഒരു ഓസിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഒരു കണക്ഷൻ എടുത്താൽ മാത്രം മതി. അല്ലാതെ നമ്മളിപ്പോൾ ടൈമറൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ 1000 ഒക്കെ രൂപ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ എക്സ്ട്രാ മോട്ടറും വെക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് മോട്ടർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുകയോ ടൈമർ കംപ്ലൈൻ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാവും. ഇത് ചിലപ്പോൾ ഉണങ്ങിപ്പോവും നമ്മൾ ചെല്ലാൻ നേരത്ത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് പോയേക്കണ കണക്ഷൻ. അപ്പം നമ്മൾ രാവിലെ ഉണ്ടോ, ഇത് വാട്ടർ ടാങ്കിലേക്ക് പോയേക്കണ ആ കണക്ഷനിൽ നിന്ന് നമ്മളൊരു ലൂപ്പ് എടുത്ത്, മുകളിലാണ് വാട്ടർ ടാങ്ക്, അപ്പോൾ അതിൻ്റെ ഇതിനകത്തൊരു ലൂപ്പ് എടുത്തിട്ട് മുക്കാലിൻ്റെ കണക്ട് ഓൺ ഓഫ് വാൽവ് വെച്ച് നമ്മുടെ വെള്ളം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സ്പ്ലിറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇതൊരു ടാങ്ക് വെച്ചേക്കണതാണ്. നമുക്ക് ലിക്വിഡായിട്ട് എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മോട്ടർ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്താൽ ആ പൈപ്പ് വഴി അങ്ങോട്ട് പോയിക്കോളും. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കറക്റ്റ് ടാങ്കിൽ നിന്നൊരു ലൂപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ട്രിപ്പ് കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കൂടെ അത് ഇതിന് എന്താ കുഴപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിൽ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും മോട്ടർ അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ മാത്രമായിട്ട് അടിച്ചു നിർത്താതിരിക്കുക. അപ്പോൾ രാവിലെയും വൈകിട്ടും മോട്ടർ അടിക്കാൻ നേരത്ത് ഈ ട്രിപ്പ് വഴി എല്ലാത്തിലും നനഞ്ഞോളും. അപ്പോൾ നമുക്ക് പറയുമ്പോഴും കുറച്ച് വെള്ളം മതി. നമ്മൾ മോട്ടർ അടിച്ച് നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 5-10 ലിറ്ററും വെള്ളമൊക്കെ ആയിരിക്കും ഓരോന്നിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലണം. ഇതാകുമ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ടാങ്ക് ഒരു 3/4 ഭാഗം നിറഞ്ഞു കിട്ടും. ആ സമയത്ത് ചാടുന്ന വെള്ളം കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാന്റുകളൊക്കെ ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നത്. അത്രയേ ഞാൻ നനയ്ക്കണം. അപ്പോൾ നിറഞ്ഞു വരുന്ന വെള്ളം ഈ പൈപ്പ് വഴി ഓവർഫ്ലോ ആയിട്ട് ആ പൈപ്പ് വഴി താഴോട്ട് വരുന്ന ഓവർഫ്ലോ അല്ല, അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെള്ളം അതിന് നേരെ ഈ പൈപ്പ് വഴി ആണ് താഴോട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലൂപ്പ് ചെയ്ത് പോയിക്കണം. അപ്പോൾ ഈ ടാങ്കിൽ ഇതിനകത്ത് പ്ലാന്റ് ബിന്നിൽ കാര്യമായിട്ടുള്ള വെള്ളം നിൽക്കില്ല. ഈ മുക്കാലിലെ നമ്മുടെ FT ഇട്ടാണ് ആ ലെവലിലെ വെള്ളം നിൽക്കത്തുള്ളൂ. കാരണം ഒരുപാട് വെള്ളം നിന്നാൽ പ്ലാന്റുകൾക്ക് അത് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ തുളച്ച് അത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരുപാട് പൊക്കി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ടാങ്കിൽ ഒരുപാട് കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ് വഴി ഈ വെള്ളം കറക്റ്റായിട്ട് താഴോട്ട് പോവുകയും ആദ്യം കണ്ടതുപോലെ നമുക്ക് ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ഇല്ലാണ്ട് ഇതിനകത്ത് വരുന്ന വെള്ളം ഇതിലേക്ക് പോയി നമുക്ക് ചെയ്യാം. അപ്പോൾ താഴെ അതുപോലെ തന്നെ നമ്മൾ നട്ടതുകൊണ്ട് നമുക്കിതിനകത്ത് വരുന്ന ഓവർഫ്ലോ വെള്ളം കറക്റ്റായിട്ട് ആ താഴത്തെ പ്ലാന്റുകളിലേക്കും ചെല്ലും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു 1-2 പ്രാവശ്യം മോട്ടർ അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ മോട്ടർ അടിക്കുന്ന സമയത്ത് വരുന്ന വെള്ളം അതായത് നിസ്സാര വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ചിലവുമില്ല. അപ്പോൾ ഇതാ പറഞ്ഞത്, നമുക്ക് സമയം ആവശ്യമില്ല. കാരണം എന്തായാലും വീട്ടിലെ ആൾക്കാർ ആ മോട്ടർ അടിക്കാൻ സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക് നനഞ്ഞോളും. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന വെള്ളം കറക്റ്റായിട്ട് നമുക്ക് താഴെ പ്ലാന്റുകൾ നനയ്ക്കാനും കഴിയും. അപ്പം നമുക്ക് വെള്ളം ഒരുപാട് ചിലവാകില്ല. അപ്പം ഇതേപോലെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കിതിനകത്ത് വേറെ ചിലവുകളൊന്നുമില്ല. ആദ്യം മുടക്കുന്ന ഒരു ചെറിയ ചിലവ് മാത്രം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക്
വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അതേപോലെ സമയം രാവിലെയും വൈകിട്ടും പോയി നനയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം അതേപോലെ തന്നെ ഇത്രയും പ്ലാന്റ് നമ്മൾ നനച്ചെടുക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 100 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഒരു നേരം ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും ആകുമ്പോൾ 200-300 ലിറ്ററോളം വെള്ളം ആവശ്യമുണ്ട്. അത് നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും മോട്ടർ അടിക്കുമ്പോൾ ചെറിയൊരു രീതിയിൽ, അതായത് ഒരു 20-30 ലിറ്ററിൽ താഴെ വെള്ളമേ ഒരു നേരം ആവശ്യമുള്ളൂ. പിന്നെ എല്ലാവരും പറയുന്നത് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഈ വെയിറ്റ് ബുദ്ധിമുട്ടല്ലേ എന്നുള്ളത്, വെയിറ്റ് കൂടുതൽ താങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത്. ഞാൻ ഈ ബിന്നിൽ വച്ചേക്കുന്ന ആദ്യം കുറച്ച് ഓടിൻ്റെ കഷ്ണം വെച്ചു, അതിന് മുകളിൽ കരിയില ചപ്പൊക്കെ പറക്കി വെച്ചു. അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ ചിന്തേറ് പൊടി നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ കെമിക്കലൊക്കെ പോയി ക്ലീൻ ചെയ്ത് അത് ചാണകപ്പൊടിയും കുമ്മായമൊക്കെ മിക്സ് ചെയ്ത് 2 ആഴ്ച ഇട്ട് അത് ഇട്ടാണ് നട്ടേക്കുന്നത്. ഈ നടാൻ നേരത്ത്, അതായത് നമ്മുടെ പ്ലാന്റ് വയ്ക്കാൻ നേരത്ത് മാത്രം അതിന് ചുറ്റും കുറച്ച് മണ്ണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് സിമ്പിളായിട്ട് പൊക്കാവുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ഒരു യൂണിറ്റിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കാര്യമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു, നമ്മൾ പ്ലംബിങ്ങിൻ്റെ ഏതാണ്ട് ഒരു 2000-3000 ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പിൻ്റെ അത് വേറെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈസ ചിലവായെന്ന് വിചാരിച്ച് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗൊക്കെ പോകുമ്പോഴും 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന സംഭവമല്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കുറച്ച് മുടക്കേണ്ടി വരും, പക്ഷേ അത് വർഷങ്ങളോളം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു ചിലവായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും വരണമെങ്കിൽ വന്ന് നോക്കാം, അല്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഇതേപോലുള്ള വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.